കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി ആറന്മുള. കേരളത്തിലെ ഉത്രട്ടാതി വള്ളംകളിയുടെ വേദി എവിടെയാണ്? ആറന്മുള. 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ഇറ്റലിയിലാണ്. 2026 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ഇറ്റലി. രാമകഥ പാട്ടിന്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാൻ. രാമകഥ പാട്ടിന്റെ രചയിതാവ് അയ്യപ്പിള്ള ആശാൻ. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്? 5-ാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹഠാവോ ലക്ഷ്യമിട്ടത്? 5-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ മിനി റിവിഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് 42-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പാണ് 356. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് 356 ആണ്. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലീന മലയാള നോവലാണ് സമുദ്രശില. അംബ കേന്ദ്ര കഥാപാത്രമായി വരുന്ന സമകാലിക മലയാള നോവലാണ് സമുദ്രശില. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുങ്ങല്ലൂർ. ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനി. ഭയകൗടില്യ ലോഭങ്ങൾ വളർക്കില്ലൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? സ്വദേശാഭിമാനി. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിത്? ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ എന്നത് കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണ്? ദുരവസ്ഥയിലെയാണ്. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണി. ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടാണ് കടമ്മനിട്ട എന്ന സ്ഥലം പ്രശസ്തമായത്? പടയണിയാണ്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സമത്വ സമാജം എന്ന സാമുദായിക സംഘടന ആരംഭിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠ സ്വാമികൾ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് PJ ആന്റണിയാണ്. സിനിമ ഏതാണ്? നിർമാല്യം. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിന് നേടിത്തന്നത് PJ ആന്റണിയാണ്. സിനിമ നിർമാല്യം. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം 1920. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദമാണ് കബഡി. ബംഗ്ലാദേശിന്റെ ദേശീയ വിനോദം കബഡി. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വോളിബോൾ. ലിബറോ എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വോളിബോൾ. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? സൈബർ ബുള്ളിങ്. ഓൺലൈൻ ഹരാസ്മെന്റ് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? സൈബർ ബുള്ളിങ്. 1928 പെനിസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് 1928. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയം. ശബ്ദത്തെ ഇലക്ട്രിക് സിഗ്നലിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. ശബ്ദത്തെ ഇലക്ട്രിക് സിഗ്നലിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രോമിൻ. അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയെ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം സെറിബെല്ലമാണ്. ശരീരത്തിന്റെ സന്തുലിതാവസ്ഥയെ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിന്റെ രാസനാമമാണ്? മിൽക്ക് ഓഫ് ലൈമിന്റെ. മിൽക്ക് ഓഫ് ലൈമിന്റെ രാസനാമമാണ് എന്ത്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റെയിൽ ടണൽ ഏത് നദിയുടെ കീഴിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഹൂഗ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഹൂഗ്ലി നദിയിൽ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ MS
സ്വാമിനാഥൻ. ദ ക്വിസ്റ്റ് ഫോർ എ വേൾഡ് വിത്തൗട്ട് ഹങ്കർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഉറി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഝലം. ഉറി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഝലം നദിക്ക് കുറുകെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരനായി കണക്കാക്കപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? പട്ടാഭി സീതാരാമയ്യ. 1857 കലാപ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്നത് ആരാണ്? കാനിങ് പ്രഭു. 1857 കലാപ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ത്യയിലെ സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? 1950 ജനുവരി 28. അപ്പോൾ 1950 ജനുവരി 28-നാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി പ്രവർത്തനം ആരംഭിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായ് നവറോജി. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് തടാകത്തിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട് തടാകം. മലപ്പുറം ജില്ല രൂപീകരിച്ചത് 1969-ലാണ്. മലപ്പുറം ജില്ല രൂപീകരിച്ചത് 1969. കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്? മിതവാദി. കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി ഏത് പത്രത്തിലാണ് പ്രസിദ്ധീകരിച്ചത്? മിതവാദി. ആരാണ് ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. തിരുവിതാംകൂർ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? A.K. ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? A.K. ഗോപാലൻ. 1924 അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് 1924 അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത്. ഏത് വർഷമാണ് ഇന്ത്യയിൽ തീവ്രവാദ നിരോധന നിയമം അതായത് പോട്ട നടപ്പിലാക്കിയത്? 2002. അപ്പൊ ഏത് വർഷമാണ് ഇന്ത്യയിൽ തീവ്രവാദ നിരോധന നിയമം അഥവാ പോട്ട നടപ്പിലാക്കിയത്? 2002-ലാണ്. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 25-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചത്. ഏത് ഭേദഗതിയാണ് ഭരണഘടനയിൽ 9-ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തത്? 1-ാം ഭേദഗതി. ഏത് ഭേദഗതിയാണ് ഭരണഘടനയിൽ 9-ാം ഷെഡ്യൂൾ കൂട്ടിച്ചേർത്തത്? 1-ാം ഭേദഗതി. പേപ്പർ മീഡിയയിലെ പെൻസിൽ പെൻ മാർക്കുകൾ വ്യാഖ്യാനിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. പേപ്പർ മീഡിയയിലെ പെൻസിൽ പെൻ മാർക്കുകൾ വ്യാഖ്യാനിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. URL എന്നതിന്റെ ചുരുക്കപ്പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. URL എന്നതിന്റെ ചുരുക്കപ്പേരെന്താണ്? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. HTML എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. DES എന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഡിജിറ്റൽ എൻസ്ക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്. DES എന്തിന്റെ ചുരുക്കപ്പേരാണ്? ഡിജിറ്റൽ എൻസ്ക്രിപ്ഷൻ സ്റ്റാൻഡേർഡ്.